ഡോർ ഹാൻഡിൽസിൽ നമുക്കൊരു റിക്വസ്റ്റ് സ്വിച്ച് മിസ്സിംഗ് ആണ്. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് റിക്വസ്റ്റ് സ്വിച്ച് കൊടുത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കീ ഫോബ് ഉള്ളതുകൊണ്ടാണ് കൊടുക്കാത്തത്. അതായത് ഈ കീ ഫോബ് ഞാനിപ്പോൾ പോക്കറ്റിലിട്ടു, ഇട്ടതിന് ശേഷം ഞാൻ നടക്കുകയാണ്. ഇപ്പം ഞാൻ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു അപ്രോച്ച് ഏരിയയിൽ നിന്നും പുറത്തോട്ട് പോയി കഴിയുമ്പോൾ വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കായിരിക്കുകയാണ്. ഇനി ഞാൻ എപ്പോഴാണ് ഈ വാഹനത്തിൻ്റെ അടുത്തോട്ട് പോരുന്നത് ആ സമയം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അൺലോക്ക് ആകുന്നതായിരിക്കും. അൺലോക്കായി. ഇതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ കീ ഫോബ് എന്ന് കാണാം. കീ ഫോബിന് പ്രത്യേകിച്ച് മാറ്റം ഒന്നും തന്നെ ഇല്ലെന്ന് നമുക്ക് പറയാം. കാരണം നേരത്തെ വന്നിരിക്കുന്ന ആ സെയിം മോഡൽ തന്നെയാണ്, ക്യാരി ഫോർവേഡ് ചെയ്ത് വന്നിരിക്കുന്ന നമ്മുടെ ഡ്രൈവറിൻ്റെയൊക്കെ സെയിം മോഡൽ തന്നെയാണ് വരുന്നത്. അതായത് ലോക്ക്, അൺലോക്ക്, അതുപോലെ തന്നെ ബൂട്ട് ഓപ്പൺ, ലൈറ്റ് ഓൺ ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കീ ഫോബിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിലത്തെ കവർ നമുക്ക് അഴിക്കാൻ സാധിക്കും. പുതിയ റെനോയുടെ ലോഗോയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് അഴിക്കാൻ വളരെ സിമ്പിളാണ്. ഈ ഒരു പോർഷൻ മാത്രം നിങ്ങൾ നോക്കുക. നേരെ ബാക്കിൽ നിന്നൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവനെ ഓപ്പൺ ചെയ്തെടുക്കാൻ സാധിക്കും. ഇവിടെ ഒരു കീ നമുക്ക് കാണാൻ സാധിക്കും. ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ഒരു കീ ഫോബിന് കംപ്ലൈൻറ്റ് വരികയോ ബാറ്ററി ഡൗൺ ആകുകയോ അൺലോക്ക് ചെയ്യാനോ സാധിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കീ യൂസ് ചെയ്ത് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന കവർ അഴിക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഇവിടെ തൊട്ട് താഴെയായിട്ട് ഒരു ഗ്രൂ കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രൂവിൽ കയറ്റി കഴിഞ്ഞാൽ ഈ ഒരു ക്യാപ്പ് ഊരിയെടുക്കാൻ സാധിക്കും. അങ്ങനെ ഊരിയെടുത്ത് നമുക്കിവനെ ഡോർ ഓപ്പൺ ചെയ്യാനും സാധിക്കുന്നതാണ്. ഈ ഒരു കീ ഫോബിൽ നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഓൺ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പം ഈ വാഹനത്തിൻ്റെ അടുത്തോട്ട് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ലൈറ്റ് ഒന്ന് കത്തിക്കണമെന്നുണ്ടെങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ് ലൈറ്റ് ഇപ്പം ഓണാണ്. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് ലൈറ്റ് ഓഫ് പൊസിഷനാണ്. അതുപോലെ തന്നെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ വാഹനം ലോക്കാക്കിയിട്ടിരിക്കുകയാണ്. അൺലോക്ക് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് 4 പവർ വിൻഡോസും താഴോട്ടാക്കാൻ സാധിക്കും. അതുമാത്രമല്ല ഒന്നുകൂടെ പ്രസ് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സൺ റൂഫും ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ കിട്ടുന്നുണ്ട്. മറ്റേതില്ല, ഓപ്പൺ ആയിടാ. അങ്ങനെ സൺ റൂഫും ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ക്ലോസ് ചെയ്യാനാണെങ്കിൽ തന്നെ അതും എനിക്ക് ഈ റിമോട്ടിൽ തന്നെ ചെയ്യാൻ സാധിക്കും. ഞാൻ ഈ ലോക്ക് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുകയാണ്, ശ്രദ്ധിച്ചോണം. സൺ റൂഫും ക്ലോസ് ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാ ഗ്ലാസ്സുകളും ക്ലോസ്ഡ് ആയിരിക്കുകയാണ്. ഇനിയാണ് ഒരു രസം നമുക്ക് കാണാൻ പോകുന്നത്. ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക് ടെയിൽ ഗേറ്റ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഇത് തുറക്കുന്നതായിരിക്കും. അതായത് ഇലക്ട്രിക്കലായിട്ട് തുറക്കുന്നതായിരിക്കും. ഇതിൻ്റെ ഓപ്പൺ സ്വിച്ച് മേളിലുണ്ട്, ഇവിടെ ഒരു സ്വിച്ച് വരുന്നുണ്ട്, ഫ്രണ്ടിലൊരു സ്വിച്ച് വരുന്നുണ്ട്, കീയിലും ഒരു സ്വിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. ഇതിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒന്നുകൂടെ പ്രസ് ചെയ്താൽ സ്റ്റോപ്പ് ആകും. ഈ ഒരു പൊക്കം വരെ ഓപ്പൺ ആയാൽ മതി എന്നുണ്ടെങ്കിൽ ഞാനിതൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. ഇപ്പോൾ ഒരു ബീപ്പ് സൗണ്ട് കേട്ടു. ഇനി ഞാനൊന്ന് ക്ലോസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇത് ക്ലോസ് ആകുക. ഇപ്പം നിങ്ങൾക്കറിയാം അത് വന്ന് നിന്നൊരു പൊസിഷൻ എത്രയാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം. ലോക്കായി. ഒന്നുകൂടെ ഞാൻ ഓപ്പൺ ചെയ്യുകയാണേ. ഈ ഒരു പൊസിഷനിൽ അത് സ്റ്റോപ്പായി. ഇനി എനിക്ക് ഇത്രയും കൂടെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത്രയും ഇനി ഞാൻ ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും എവിടം വരെ ഓപ്പൺ ആവും നമുക്ക് നോക്കിയാലോ. ഇത് ക്ലോസ് ആകുകയാണ്. ക്ലോസായി. ഞാനിപ്പോൾ ഏറ്റവും ടോപ്പ് വരെ കൊണ്ടുപോയായിരുന്നു. പക്ഷേ ഇനി തുറക്കുമ്പോൾ അവിടം വരെ കിട്ടുമോ നമുക്ക് നോക്കണ്ടേ. ഇല്ല, ഇവിടം വരെ വരത്തുള്ളൂ. അന്നേരം ഞാൻ കൈ കൊണ്ട് അങ്ങ് പൊക്കി പ്രസ് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ ആ ബീപ്പ് സൗണ്ട് നിങ്ങൾ കേട്ടു. ഇനി ഞാൻ ഒന്നുകൂടെ ക്ലോസ് ചെയ്യാണ്. ഓക്കെ, ക്ലോസ് ആയി. ഇനി ഞാനൊന്ന് ഓപ്പൺ ചെയ്യാണ്. സംഗതി എങ്ങനെയുണ്ട്? ഇപ്പം ഫുൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയുണ്ട് ഈ ഒരു ഫീച്ചർ? ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടെ ഇട്ടേക്ക്.